എന്തിനിങ്ങനൊരു വണ്ടി കാണാൻ എങ്ങനെയുണ്ട്? വലിയ വലുപ്പമില്ല. ചാർജ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ചാർജ് ചെയ്താൽ 150 കിലോമീറ്റർ കിട്ടുള്ളൂ. 10 ലക്ഷത്തോളം വില ഉണ്ട്. ഉള്ളിലാണ് അങ്ങോട്ട് കൂടി തട്ടും. ചെറിയ ടയർ, എന്തെങ്കിലും വണ്ടി അല്ലേ? പക്ഷേ ഈ MG കോമറ്റിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ഈ വണ്ടിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിനെ കൊണ്ടേ പറ്റുള്ളൂ. സോ അതെല്ലാം നമുക്ക് നോക്കാം. ഓൾ മൈ ഫ്ലൈവേലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. ഈ പറഞ്ഞ പോയിന്റിൽ നമുക്ക് ഇതിൻ്റെ ലുക്സ് തന്നെ തുടങ്ങാം. ചെറിയ ടയറ്, വലിയ ഡോറ്, മുന്നും ബാക്കും ഒരുപോലെ ഇരിക്കുന്നത്, എന്തൊരു മെന. പക്ഷേ അത് അതിൻ്റെതായ ഒരു ക്യൂട്ട്നെസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇങ്ങനത്തെ ചെറിയ സിറ്റി കാർ, കാസ് എന്നുള്ള പറഞ്ഞ കാറുകൾ എല്ലാം തന്നെ ഇങ്ങനെ ഉണ്ടാവാം. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഡിസൈൻ ചെയ്തിട്ടുണ്ടോ, ഒരു ബോക്സ് ഷേപ്പ് ആയിരിക്കും. പക്ഷേ യൂട്ടിലിറ്റി അടിപൊളിയായിരിക്കും. ഈ വലിയ ഡോറ് കാര്യമായിട്ടുള്ള ഡോറ് തന്നെയാണ്. നമുക്ക് ഈ ഒരു ഡോറിൻ്റെ ഉള്ളിൽ നിന്നും സീറ്റൊന്ന് കുറച്ച് മുന്നോട്ടാക്കിയാൽ തന്നെ എൻ്റെ സൈസിലോ ഈവൻ നന്ദു സൈസിലോ ആളുകൾക്ക് ഒരു ബാക്കിലിരിക്കാൻ പറ്റുന്നുണ്ട്. ചെറിയ ടയറ് മെനൂറബിലിറ്റി ഗുണം ചെയ്യുന്നുണ്ട്, മൈലേജ് ഗുണം ചെയ്യുന്നുണ്ട്. ഫ്രണ്ടും റിയറും ഒരുപോലെ ഇരിക്കുന്നത് അതിൻ്റെ ഒരു എന്താ പറയുക സിമെട്രിക്കൽ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുള്ള ഒരു കാര്യമാണ്. കാരണം ഇങ്ങനത്തെ ഒരു ഷേപ്പിനെ എത്രത്തോളം ബാലൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള വലിയൊരു എലമെൻറ്റ്. ഒരു ഓക്വേർഡായി നിൽക്കുന്ന വലിയ ഗ്ലാസ് ആണെങ്കിലും ബാക്കിൽ ഇരിക്കുന്നവർക്ക് വലിയ ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല വിസിബിലിറ്റി ഉണ്ട്. നമുക്ക് ഏത് സിറ്റിയിലും ഏത് മുക്കിലും മൂലയിലും ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട്. അടിപൊളി ടേണിംഗ് റേഡിയസാണ്. ഇതിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഭംഗി മാത്രമല്ല, അതിൻ്റെ ക്യൂട്ട്നെസ് ആണ് എനിക്ക് തോന്നിയില്ല. അതേപോലെ ഇതിൻ്റെ യൂട്ടിലിറ്റി, കൺവീനിയൻസ്, അതാണ് ഈ ഡിസൈൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലൈറ്റ് നോക്കാം. ഇതാണ് DRL. ഇത് LED ലൈറ്റ്സ്, താഴെ വന്നിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ്. ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ലൈറ്റ് ഉണ്ട്, നല്ല വെട്ടുണ്ട്. പ്രത്യേകിച്ച് ഹൈവേ ഇട്ട് കഴിഞ്ഞാൽ നല്ല ത്രോയും കിട്ടുന്നുണ്ട്. ഒരു സിറ്റി യൂസിനാണെങ്കിൽ നല്ല ധാരാളമാണ്. ഇപ്പോൾ ഹൈവേ പോകുകയാണെങ്കിൽ ലൈറ്റിൻ്റെ കാര്യത്തിൽ സോർട്ടഡ് ആണ്. ടെയിൽ ലൈറ്റ് അതുപോലെ തന്നെയാണ്, നല്ല റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലൈന് പോയതിൽ അട്രാക്റ്റീവാണ്. ഇത് പാർക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് വെൽക്കം ചെയ്യുന്നതും സെൻഡ് ഓഫ് ചെയ്യുമ്പോഴെല്ലാം ആ ഒരു ലൈറ്റിംഗ് എലമെൻ്റ് എല്ലാം തന്നെ അട്രാക്റ്റീവാണ്. അത് ഈ ഒരു കാറിൻ്റെ ഒരു സൈസിനും യൂട്ടിലിറ്റിക്കും അടിപൊളിയാണ്. ഈ ഒരു ചെറിയൊരു കാറിൽ ഒരു കുഞ്ഞ് ബൂട്ടുണ്ട്. ഡോർ തുറക്കുമ്പോൾ ശ്രദ്ധിക്കണേ. ഈ ഒരു ബൂട്ടിൽ നമുക്ക് ഈ ചാർജറും അല്ലെങ്കിൽ ചെറിയൊരു ബാഗെല്ലാം വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ ബാക്കിൽ ആളില്ലെങ്കിൽ താത്തി കഴിഞ്ഞാൽ നല്ല സ്പേസ് ഉണ്ട് ബൂട്ടിൽ. അത്യാവശ്യം നല്ല ഓപ്പണിംഗാണ്. യൂട്ടിലിറ്റി അടിപൊളി തന്നെയാണ്. പക്ഷേ 4 ആളായിട്ട് പോയി നിങ്ങളിപ്പോൾ സൂപ്പർ മാർക്കറ്റ് സാധനമെല്ലാം വാങ്ങി വരുന്നെങ്കിൽ ഒന്നും വെക്കാനില്ല. പക്ഷേ നിങ്ങൾ മാത്രമോ നിങ്ങൾ വൈഫിനൊറ്റായിട്ട് പോയിട്ട് ഒരു ലോഡ് സാധനം വാങ്ങി ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലമുണ്ട്. പ്രാക്ടിക്കലാണ്. ഇത്രയും വലിയ വണ്ടിക്ക് ഇത്രയും ചെറിയ ലോഗോ കൊടുത്തിട്ട് എനിക്കിത് തരണുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നു കമൻറ്റിൽ വരാം. എന്തായാലും ഈ ലോഗോയിലൊരു കാര്യമുണ്ട്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയണം. ഞാൻ പറഞ്ഞുതരാം എവിടെയാണെന്നുള്ളത്. ഇതേപോലെ തന്നെ വേറെ സ്ഥലത്ത് കൂടെയും വേറൊരു സംഗതി നമുക്ക് കണ്ടവർ തോന്നുന്നുണ്ട്. അതും കൂടെ നോക്കാം. അടുത്തതാണ് ഇത്. എയർ ബാഗിന് മുമ്പിലുള്ള 4-5 വര. ഒരു 3 വരായിട്ട് ഞാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓർമ്മയാവും. ഏതാ? മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. മനസ്സിലായോ? എൻ്റെ മുമ്പിൽ 3 വരെയാണെങ്കിൽ ഏതാണ്? AMG. ഇതേതാ? EQ. മെർസിഡീസിൻ്റെ EQSലും EQCയിലെല്ലാം വന്നിരിക്കുന്ന ഈ ചെറിയ വണ്ടിയിലെ വലിയ ഡോറ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഈ സീറ്റ് പോളിയും വലിയ പണിയൊന്നുമില്ല. മാറ്റിക്കഴിഞ്ഞ് മുന്നോട്ടാക്കിയാൽ ഈസി ആയിട്ട് ഉള്ളോട്ട് കയറാൻ പറ്റും. എന്നിട്ട് കാണാനുള്ള വലിയ ക്വാർട്ടർ ഗ്ലാസ്സാണ് ഇത്. ഇനി പ്രായമുള്ള ആളുകൾക്കാണെങ്കിലും എളുപ്പം കയറാൻ പറ്റും. വലിയ പ്രശ്നമൊന്നുമില്ല. അധികം ഹൈ അല്ല, അതുപോലെ തന്നെ വീതിയുണ്ട്. അതുകൊണ്ട് പ്രായമുള്ള ആൾക്കാരാണെങ്കിലും എല്ലാം തന്നെ ബാക്കിലിരിക്കാം. ഇരുന്ന് കഴിഞ്ഞാൽ ഇതിപ്പോൾ നന്ദു ഡ്രൈവ് ചെയ്തിരുന്ന പൊസിഷനാണ്. ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കത് കയ്യും വയ്ക്കാം. അതുകൊണ്ട് ഒരാളും കൂടി ഇരുന്നുള്ള സ്ഥലമുണ്ട്. അത്യാവശ്യം കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. ഹെഡ് റൂമിനായിട്ട് പറയുക വേണ്ട, ഷോൾഡർ റൂമിനായിട്ട് പറയുക വേണ്ട. അത്യാവശ്യം നല്ല സ്പേഷ്യസാണ്. 4 പേർക്ക് എന്തായാലും ഈസിലി പോകാൻ പറ്റുന്ന ഒരു സിറ്റി കാറാണത്. ഇപ്പോൾ ഇറങ്ങാനാണെങ്കിലും വളരെ സുഖമായിട്ട് ഇറങ്ങാം. ഒന്നിങ്ങനെ പിടിച്ചിട്ട് പിന്നോട്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കാം. ഇനി ഇവിടെ കയറണമെങ്കിലും ഇപ്പോൾ എൻ്റെ ഉമ്മയ്ക്കെല്ലാം കാലിനുള്ള പ്രശ്നങ്ങളാണ്. ഇവിടെ വന്നിട്ട് ഉമ്മല സാധാരണ ഇരുന്ന് കാലെടുത്ത് വയ്ക്കാം, സുഖമായിട്ടിരിക്കാൻ പറ്റും. ലോകത്തിലെ ഏറ്റവും ചെറുത് ഒന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇന്ന് റെക്കോർഡുള്ള കാലാണ് ആളുകൾക്ക്. പക്ഷേ ഞാനതൊന്നും പറയുന്നില്ല. ചെറിയൊരു ബോണ്ടാണ് ഇതിലുള്ളത്. ഇവിടെ പോയി ഇത് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് നോക്കാം. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പം കുറച്ച് സാധനങ്ങളും കാണാൻ പറ്റും. എന്നാൽ കാര്യമായിട്ടുള്ളതെല്ലാം താഴെയാണുള്ളത്. മോട്ടർ നമുക്ക് താഴെ കാണാൻ പറ്റും. ഇവിടെ വന്നിരിക്കുന്ന ഒന്ന് നമുക്ക് വിൻഡ് വാഷറിൻ്റെ വെള്ളം ഒഴിക്കാവുന്ന, മറ്റുള്ള ഫ്ലൂയിഡിനുള്ളതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 AC-യുടെ ഗ്യാസ് ഫില്ല് ചെയ്യണമെങ്കിലുള്ള ഔട്ട്ലെറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കാണാം, പണ്ട് ഓട്ടോറിക്ഷയിലെല്ലാം കണ്ടിട്ടുണ്ടാവും, നമ്മൾ വൈപ്പറിൻ്റെ മോട്ടർ അതിവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫ്യൂസ് ബോക്സ് ഉണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്, ഹോണും കാണാം. ബാക്കിയുള്ളതെല്ലാം താഴെ പാതാളത്തിലുള്ളത്. പിന്നെ ഇതാ ഇവിടെയാണ്
ചാർജിങ് സോക്കറ്റുള്ളത്, ഫാസ്റ്റ് ചാർജിങ് ഇല്ല. പക്ഷേ ഇപ്പം വന്നിരിക്കുന്ന റിവൈസ് ചെയ്ത് വന്ന വണ്ടിയിൽ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ കുറേ ചാർജിങ് സമയം കുറച്ച് കുറയുന്നുണ്ട്. അങ്ങനെ കുറഞ്ഞ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര റേഞ്ച് കിട്ടും എന്നുള്ളതും മറ്റെല്ലാം നമുക്ക് ഇനി നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് പറയാനുള്ളത് ചാർജും പവറിലാണ്. ഇതിൽ 17.3 kWh ബാറ്ററി വന്നിരിക്കുന്നത്. 42 HP പവറുള്ള മോട്ടറാണ്. അതിന് 110 Nm ടോർക്ക് ഉണ്ട്. ക്ലെയിം ചെയ്യുന്ന റേഞ്ച് 230 കിലോമീറ്ററാണ്. നമ്മളിവിടെ സിറ്റിയിൽ കൊണ്ടുനടക്കുമ്പം 150, 170 എല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടി നമുക്ക് എത്തിച്ചെന്നത് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചിയിൽ നിന്നും അവർ ഫുൾ ചാർജ് ചെയ്തിട്ട് ഒറ്റ ചാർജിൽ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് എത്തുമ്പം പലരും നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു വരുന്ന കിലോമീറ്റർ എന്ന് 210 അത് നമ്മൾ പണ്ട് വന്ന് തൃശ്ശൂർ വരുന്ന വഴിയിലൂടെയാണ് 210. നമ്മൾ അത് കൊടുങ്ങല്ലൂർ വഴി വരികയാണെങ്കിൽ എടപ്പള്ളിയിൽ നിന്നും തുടങ്ങിയ 167 കിലോമീറ്ററാണ് നമ്മൾ ക്ലോക്ക് ചെയ്യാറ് നമ്മളെ വീട് വരെ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 200 ഇടയ്ക്കുള്ള കിലോമീറ്റർ റേഞ്ച് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ എത്തിയപ്പോഴും ചാർജ് ഉണ്ടായിരുന്നു, ഒരു 5% മേലെ ചാർജ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പുതിയ വന്നിരിക്കുന്ന വണ്ടിയിൽ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. നേരത്തെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഫാസ്റ്റ് ചാർജിങ് ഇല്ലാത്തായിരുന്നു പ്രശ്നം. ഇപ്പോൾ ആ ഫാസ്റ്റ് ചാർജിങ് കൂടെ വരുന്നതുകൊണ്ട് ചാർജിങ് കുറച്ചുകൂടി സ്പീഡായിട്ടുണ്ട് എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനി നിയറസ്റ്റ് ഒരു കോമ്പറ്റീഷൻ നമുക്ക് എടുക്കാവുന്ന ടിയാഗോ EV ആണ്. ടിയാഗോ EVൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ 2 റേഞ്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. മാക്സിമം 300 കിലോമീറ്റർ വരുന്നുണ്ടെങ്കിൽ അടുത്ത വരുന്ന ഓപ്ഷൻ, താഴെ വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 250 കിലോമീറ്റർ അവർ ക്ലെയിം ചെയ്യുന്നത്. അതുപോലെ തന്നെ പവർ സെയിം ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. ബാറ്ററി പക്ഷേ വലുതാണ്, 23 kWh ബാറ്ററിയാണ്. ആ പ്രൈസ് ആണെങ്കിൽ അതിനുള്ള വ്യത്യാസമുള്ളതുണ്ട്. കാരണം ഇതിന് 6.8 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 9.5 വരെയാണ് ടോപ്പ് എൻഡ് നിൽക്കുന്ന ഇപ്പോഴത്തെ റേറ്റ്. എന്നാൽ ടിയാഗോൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് 8 എന്നും 12 വരെ 13 താഴെ വരെ നിൽക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അതിനനുസരിച്ചുള്ള 1-2 യൂട്ടിലിറ്റി ഡിഫറൻസ് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സിറ്റിയിലേക്ക് കുറച്ചുകൂടി ഒരു കൺവീനിയൻറ്റ് കാർ ഇതാണ്. മെയിനായിട്ട് തോന്നിയുള്ള അഡ്വാൻറ്റേജ് ആണ് ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് ആണ്. 4.2 മീറ്റർ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് സൂപ്പർ മീറ്റിയർ തിരിക്കുമ്പോൾ പോലും നമുക്ക് അതിനേക്കാളും സ്ഥലം എടുക്കുന്ന ഫീൽ ഉണ്ടാകുന്ന ഒടിച്ചെടുത്തെടുക്കുമ്പോൾ. പക്ഷെ ഇത് വളരെ കൺവീനിയൻറ്റ്. അതുകൊണ്ട് ഞാൻ വ്യത്യാസം മനസ്സിലാക്കിയുള്ളത് ഇലക്ട്രിക് ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടാകുമ്പോൾ നമ്മൾ സ്കൂട്ടറിന് പകരമായിട്ട് ശരിക്കും യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ സാധാരണ ഒരു ഇലക്ട്രിക് കാറും പെട്രോൾ കാറും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴുള്ളൊരു യൂസേജ്, പെട്രോൾ കാറാകുമ്പോൾ നമ്മൾ 2-3 സ്ഥലം ക്ലബ് ചെയ്തിട്ട് പോകുന്ന ഒരു പ്രകൃതിയാണ് നമുക്കുള്ളത്. എന്നാൽ ഇലക്ട്രിക് ആകുമ്പോൾ ഓരോ കാര്യത്തിനും, പ്രത്യേകിച്ച് ഈ ഗോമറ്റ് ആകുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഓരോ കാര്യത്തിൽ നമ്മൾ വണ്ടി എടുത്ത് പോകണം. ഇപ്പോൾ നോമ്പിൻ്റെ സമയത്ത് ഒരുപാട് ഇത് യൂസ് ചെയ്തിരുന്നു. കാരണം ഓരോ തവണ പള്ളിയിൽ പോകുമ്പോൾ നമ്മളിത് എടുത്ത് പോയി, ചിലപ്പം മഗ്‌രിബിന് നോമ്പ് തുറന്നിട്ടുള്ള പള്ളിയിൽ പോയി വന്നു, പിന്നെ വീണ്ടും നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങാണ്ട് അതിന് പോയി വരുന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പണ്ട് ഞാൻ സ്കൂട്ടർ എടുത്ത് പോയിരുന്ന ഒരു യൂസാണ് ഇപ്പം ഇതിനെക്കൊണ്ട് ഞാൻ ചെയ്യുന്നത്. ആ ഒരു കൺവീനിയൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ സിറ്റി ആസ്പെക്റ്റിലുള്ള. കാരണം ടിയാഗോ EV നമ്മളുടെ ഉണ്ടായ സമയത്ത് അത്രയും ഞാൻ എടുത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് ഞാൻ പല സംഗതിക്കും ചെറിയ ചെറിയ കാര്യത്തിന് നമ്മൾ എടുക്കുക. എൻ്റെ വീടിന് വളരെ അടുത്താണ് ഓഫീസ്, പലപ്പോഴും നടക്കാറുണ്ട്, ചിലപ്പോൾ സ്കൂട്ടർ എടുക്കാറുണ്ട്. പക്ഷേ ഇപ്പം ഇത് വന്നപ്പം ഇപ്പോഴത്തെ വെയിലും, പ്രത്യേകിച്ച് ഇപ്പം മഴയെല്ലാം തുടങ്ങിയെങ്കിലും ഈ കാലത്തെ ഉഷ്ണകാലത്തുണ്ടായിരുന്ന ആ വെയിലുള്ള സമയത്തെല്ലാം എടുത്തു പോയിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കൺവീനിയൻറ്റ് വെഹിക്കിൾ ആകുമ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് അങ്ങനെ യൂസ് ചെയ്യുന്ന കൂടുതലാണ്. പ്രത്യേകിച്ച് സ്കൂട്ടറിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ്. അതേപോലെ തന്നെ ഒരു ഹാച്ച് ബാക്കിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സൈസിലായതുകൊണ്ട് ആ ഒരു കൺവീനിയൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പം 2-3 ആൾ പോകുമ്പോൾ നമുക്കത് പെട്ടെന്നും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, യൂട്ടിലിറ്റിയും പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി എനിക്കൊരു സംശയം തോന്നുന്നത്, നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷ ഉണ്ട്, അതേപോലെ തന്നെ ടാക്സി ഉണ്ട്. നമ്മൾ കോഴിക്കോടൊന്നും ഊബറൊന്നും അത്ര പോപ്പുലർ ആയിട്ടില്ല. പക്ഷേ കൊച്ചിയിലും ട്രിവാൻഡ്രത്തെല്ലാം ഞാൻ ഇപ്പോൾ ഊബർ അത്യാവശ്യം യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ചെറുപ്പക്കാർ ഊബർ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു വേ ഓഫ് ലിവിങ് ആയി മാറിയിട്ടുണ്ട്. ഊബറിന് എന്തുകൊണ്ട് ഈ ഒരു സെഗ്മെൻറ്റ് കൊണ്ടുവന്നുണ്ട്? കാരണം ഊബർ ഓട്ടോ ഉണ്ട്, ഊബർ ഗോ ഉണ്ട്, ഊബറിൻ്റെ തന്നെ താഴേക്ക് വന്ന എക്സൽ, അങ്ങനെ പലതും വരുന്നുണ്ട്. ഇങ്ങനെ പല ആപ്പുണ്ട്, ഞാൻ ഊബർ ഉപയോഗിക്കുന്നുണ്ട് വരെ. ഒരു ഊബർ കോമറ്റ് എന്നുള്ള രീതിയിൽ, കോമറ്റിന് പേരിടണമില്ല, ബ്രാൻഡിങ് ഇല്ലെങ്കിലും ആ ഒരു സെഗ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ലഗേജ് ഒന്നും ഇല്ലെങ്കിൽ ഒരു 3 പേർക്ക് പോകേണ്ട ഓട്ടമാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാമല്ലോ. നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ ഏത് വേണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ലൊരു കൺവീനിയൻറ്റ് ഓപ്ഷനായിട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ട് ആളെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടോ? കമൻറ്റിൽ പറയാം. നേരത്തെ ഞാൻ പറഞ്ഞു ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അടുത്തടിക്കുമ്പോൾ അങ്ങോട്ടോട്ട് തട്ടും, ശരിയാണ്. പക്ഷേ അതൊരു വലിയൊരു ഇൻകൺവീനിയൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു സിറ്റി കാറിനെ നമുക്കിടണം. നമ്മൾ കുറച്ച് നേരമായിരിക്കും ഒരുമിച്ച് ഉണ്ടാവുന്നുണ്ടാവും. ആ സമയത്തൊന്നും തട്ടിമുട്ടൊന്നും വലിയ കുഴപ്പമുള്ള ആൾക്കാരെ കൂടെ ആയിരിക്കില്ലല്ലോ നമ്മൾ പോകാം. നമ്മുടെ ശത്രുക്കളൊന്നും അല്ലാത്ത നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആയിട്ട് എനിക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ അവരായിട്ട് നമുക്കൊന്നും തട്ടുന്നുണ്ടോ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളെ ഇന്നർ സർക്കിളിൽ എത്തിക്കഴിഞ്ഞാലും അതൊന്നും വലിയ വിഷയമുള്ള കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു ലേ ഔട്ടിനെ കൊണ്ട്. കാരണം വളരെ ഓപ്പൺ ലേ ഔട്ടാണ്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വീതിയുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ ഒറ്റ കാല് യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ആ കാല് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാല് വെക്കാനുള്ള സ്പേസ് ഒരുപാടുണ്ട്. കാലിൽ നമുക്ക് വിശദമായിട്ട് വെക്കുക, അങ്ങനെ കാലെല്ലാം ഫ്രീ ആക്കി ഇടാൻ പറ്റുന്നുണ്ട്. ഇവിടെ കംപ്ലീറ്റ് ഓപ്പണാണ്. ഈ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം തന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങിയാൽ വെക്കാവുന്ന ഹുക്കുകളുണ്ട്. ഇപ്പോൾ നമുക്ക്
ഞാൻ നേരത്തെ പറഞ്ഞു 4 ആളായിട്ട് ഷോപ്പിങ്ങിന് പോയി. ചെറിയ ഷോപ്പിങ്ങിലാണെങ്കിൽ ഇവിടെ ഹുക്കിലെല്ലാം തൂക്കിയിട്ട് ഞാൻ സാധനം വയ്ക്കാം. ചെറിയൊരു ബാഗാണ്, ഇപ്പോൾ ഊബർ പോലുള്ള കാര്യത്തിന് വരികയാണെങ്കിൽ ചെറിയൊരു ബാഗാണ്, അത് വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ സ്പേസ് ഒരുപാടുണ്ട്. വലിയൊരു ലഗേജ് വെക്കാൻ പറ്റില്ല എന്നുള്ളൂ. അത് വെക്കണമെങ്കിൽ 2 ആൾക്കാർ പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള സ്വിച്ചസും കാര്യങ്ങളെല്ലാം ഹാൻഡ് റീച്ചിലുള്ളത്. നല്ല രസം. പ്ലെയിനിലെല്ലാം മാതിരി ഇവിടെ ഹസാർഡും ലൈറ്റിലും ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഡ്രൈവ് കൺട്രോളും വളരെ കൺവീനിയൻ്റ് ആയിട്ടുണ്ട്. അവിടെ തന്നെ 2 വിൻഡോസിനുള്ള സ്വിച്ചും വരുന്നുണ്ട്. ഒരു ഇൻകൺവീനിയൻ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു വളരെ അട്രാക്റ്റീവ് നിൽക്കുന്ന, വളരെ വെൽക്കമിങ് നിൽക്കുന്ന ഈ വൈറ്റ് കളറുള്ളതാണ്. വൈറ്റ് കളറല്ല പ്രശ്നം, വൈറ്റ് കളർ ഈ ഒരു ഫാബ്രിക്കിൽ ഫാബ്രിക്കിൽ ഈ ലൈറ്റ് കളർ വരുമ്പോഴുള്ള പ്രശ്നമുണ്ട്. അത് ഇവിടെ ഒരു ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത്, സീറ്റിൻ്റെ അവിടെയും ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അഴുക്കാവുന്നുണ്ട് പെട്ടെന്ന്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇൻറ്റീരിയർ വാഷിങ് കൂടെ ചെയ്യുന്നുണ്ട്, അത്രയും ക്ലീൻ ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ വൈറ്റ് കാണുമ്പോൾ ഒരു അതിർപ്പം നമ്മൾ സാധാരണ ഒരു അട്രാക്ഷൻ ഉണ്ട്. കീ ആണെങ്കിൽ വൈറ്റ് ഒരു ഇതിൽ വന്നിട്ട് വെക്കാൻ നല്ലൊരു സ്ഥലമുണ്ട്. ഈ ഒരു കീ ആണെങ്കിലും ഫിഡ്ജറ്റ് സ്പിന്നർ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ഡേ ആണെങ്കിൽ ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ആ സ്ട്രെസ് റിലീസ് ഉണ്ടാവും എന്നുള്ളതാണ്. അത് ഉപയോഗിക്കുന്ന ചില ആൾക്കാരുണ്ട് നമ്മുടെ ടീമിൽ, അതെപ്പോഴും ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അത്ര പ്രശ്നം വരാറില്ല, അതുകൊണ്ട് എൻ്റെ തല അങ്ങനെ കറങ്ങാറില്ല, വലിയ കുഴപ്പമില്ല. സോ ഫാർ ഈ ഒരു കൺവീനിയൻസ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുറമെ ഈ കപ്പ് ഹോൾഡറിൻ്റെ ഇവിടെ വന്നിരിക്കുന്ന AC വെൻറ്റ്, അത് നമ്മൾ വെള്ളമെല്ലാം വെക്കും. പ്രത്യേകിച്ച് ചൂടുകാലത്ത് നമ്മൾ വെള്ളമെല്ലാം അവിടെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കൂളാം. ചെറിയൊരു തണുപ്പ്, ഫ്രീസറൊന്നും അല്ലെങ്കിലും അത്യാവശ്യം കൂൾ വാട്ടർ കുടിക്കാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് കിട്ടാറുണ്ട്. നൗ ഡോണ്ട് തിങ്ക് എവറിത്തിങ് ഇസ് പെർഫെക്റ്റ്. കുറേ കാര്യങ്ങളിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്ന് മൾട്ടി ഫങ്ഷനാണ്. ഈ നമ്മളിവിടെ ഉള്ള വോളിയം കൺട്രോൾ, സ്റ്റിയറിങ്ങിലുള്ള വോളിയം കൺട്രോൾ പലപ്പോഴും വർക്ക് ചെയ്യുന്നില്ല. ഇടക്കല്ലതാ ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്, ചില സമയത്ത് വർക്ക് ചെയ്യില്ല, താഴുന്നില്ല, കണ്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ടച്ചിൽ തന്നെ പോയിട്ട് ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ചില സമയത്ത് ഡീഫോൾട്ടായിട്ട് റേഡിയോ ഓൺ ആകുമ്പോൾ നല്ല വോയിസിൽ വരും. അപ്പോൾ പെട്ടെന്ന് ഇത് കുറയ്ക്കാൻ ഇതിൽ നോക്കി നടക്കില്ല. ഇവിടെ ആണെങ്കിൽ തപ്പിയാൽ ചിലപ്പോൾ വണ്ടിൻ്റെ ഓടിക്കുന്ന സമയത്താണ് കാണില്ല, കാരണം നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ മറവിലുള്ളത്. അപ്പം അങ്ങനെ ഒരു ഡ്രോബാക്ക് ഞാൻ കാണുന്നുണ്ട്. മറ്റൊരു കാര്യമുള്ള ഈ ഒരു ഡ്രൈവ് സെലക്ടർ, ഇനി ഗിയർ എന്ന് പറയാൻ നമ്മൾ ശീലിച്ചു പോയതുകൊണ്ടാണ്. അത് നമുക്ക് നോബ് വർക്ക് ചെയ്തും നോബിൽ തിരിക്കാനുള്ള പറ്റും. പക്ഷേ കുറച്ചൊരു ഫിജിക്കായിട്ട് നിൽക്കുന്നത് കാരണം പെട്ടെന്ന് തന്നെ നമ്മൾ പെട്ടെന്ന് യൂട്ടേൺ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ റിട്ടേൺ പോയിന്റ് ടേൺ എടുക്കുന്ന സമയത്ത് തിരിച്ചാലും ചിലപ്പോൾ ന്യൂട്രലിനോ അല്ലെങ്കിൽ ഡ്രൈവിൽ നിന്ന് ന്യൂട്രലിലേക്കോ റിവേഴ്സിലേക്കോ ഒറ്റയടി കൊണ്ട് പോകുന്നില്ല. ചെറിയൊരു 2-3 പ്രാവശ്യം ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. ഇതും ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. ഇനി സ്പേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് വീണ്ടും സ്പേസ് കാണിക്കാവുന്ന ഒരു ഏരിയ ഇതാണ്. ഡോർ പാഡ് അത്യാവശ്യം വലിയൊരു പോക്കറ്റാണ്. നമുക്ക് ഇനി വല്ല ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളോ ബുക്കോ ഇനി അതെല്ലാം വേറെ എന്തെങ്കിലും സാധനം വാങ്ങി പെട്ടെന്ന് വയ്ക്കാവുന്ന അത്രയും വീതി ഇതിലുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഡോർ ഹാൻഡിലുള്ളൊരു സ്പേസ് ഉണ്ട്, അതും അത്യാവശ്യം വീതി. എനിക്കല്ലെങ്കിൽ വാലറ്റ് വെക്കുന്ന പരിപാടി ഉണ്ട്, പേഴ്സ്, അതിങ്ങനെ വെക്കാറുണ്ട് ഞാനവിടെ. അപ്പോൾ അതെല്ലാം നമുക്ക് കൺവീനിയൻ്റ് ആയി നിൽക്കുന്ന കുറേ കാര്യങ്ങളാണ്. ഇതൊന്നും ബുക്സിലുള്ള അല്ലെങ്കിൽ റൂൾസിലുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശീലമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ പേഴ്സ് ഇവിടെ വയ്ക്കുക, ഫോൺ ഇവിടെ വയ്ക്കുക. അപ്പോൾ അതെല്ലാം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ശീലമായിരിക്കും ഉണ്ടാവുക. ആ ശീലങ്ങൾ ശരിക്കും ഇതിൽ പ്രാക്ടിക്കലി നടക്കുന്നുണ്ട്. ഒരു കോമന്റ് റിവ്യൂ ആയിട്ട് നിങ്ങളിത് കരുതേണ്ട ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. കാരണം അത് നമ്മളിപ്പോഴത്തെ ഒരു 2.5 മാസം മേലെയായി വണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ ഞാനാണെങ്കിലും നന്ദു ആണെങ്കിലും ഇവൺ അജാസലാണെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ കുറച്ചധികം സാധാരണ ഉള്ളതിനേക്കാളും ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കൺവീനിയൻസ്, എനിക്ക് പെട്ടെന്ന് എടുത്ത് പോകാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഞാൻ പോസിറ്റീവായിട്ട് കണ്ട കുറച്ച് കാര്യങ്ങൾ, ഒന്ന് ഇതിൻ്റെ തീരെ ഓവർ ആങ്സ് ഇല്ല ഫ്രണ്ടിലും റിയറിലും. ബോഡീൻ്റെ 4 ഭാഗത്ത് കോർണറിലൊക്കെ ആയിട്ടാണ് ടയർ നിൽക്കുന്നത്. അതുകൊണ്ട് എന്താ വെച്ചാൽ മെനൂവറബിലിറ്റി ഭയങ്കര സുഖമാണ്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് എടുത്തു പോകാൻ പറ്റുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടേണിംഗ് റേഡിയസ് 4.2 മീറ്റർ ഉള്ളൂ എന്നുള്ളതിൻ്റെ ഒരു കൺവീനിയൻസ് ഉണ്ട്. പാർക്കിംഗ് ഈ ഒരു സൈസ് നമുക്ക് വളരെ ഗുണം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മൾ എവിടെയെങ്കിലും ടൈറ്റുള്ള സ്ഥലത്ത്, നമ്മൾ അന്ന് ഒരുപാട് ഷോപ്പിങ്ങിന് പെരുന്നാളിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഷോപ്പിങ്ങിന് പോകുമ്പം പലയിടത്തും ടൈറ്റായിട്ടായിരിക്കും പാർക്കിങ്ങിലുണ്ട്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷൻ്റെ സ്ഥലം ചില സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വെർട്ടിക്കലായിട്ടും പാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം വീതി ഉണ്ടാവും, പക്ഷേ അത് ലെങ്ത് ഉണ്ടാവില്ല പാർക്കിങ്. അപ്പോൾ ആ സ്ഥലത്ത് ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ കുറേ കൺവീനിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വലിയൊരു ഫാക്ടറാണ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ. കാരണം സമയമില്ലാത്തപ്പോഴെല്ലാം നമുക്കിതെല്ലാം വലിയ ഫാക്ടറായി മാറും. പെട്ടെന്ന് വണ്ടി നിർത്തി പോയി കാര്യങ്ങൾ തീർത്ത് വരാൻ പറ്റും. ഈ ഒരു കൺവീനിയൻസ് വലിയ ഫാക്ടർ. രണ്ടാമത്തത് ഒരു എഫേർട്ട്ലെസ് ആണ്. വണ്ടിൻ്റെ കീ നമ്മൾ പോക്കറ്റിലുണ്ടാകുമ്പോൾ ഇത് നമുക്ക് അൺലോക്ക് വരെ ചെയ്യേണ്ട. വണ്ടിക്ക് അടുത്തെത്തുമ്പോൾ അൺലോക്ക് ആവും. കയറി ഇരുന്ന് ബ്രേക്ക് വെട്ടി ഡ്രൈവിൽ സെലക്ട് ചെയ്താൽ വണ്ടി അവിടെ എടുത്തു പോകും. തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മൾ ന്യൂട്രലിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഇറങ്ങി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലോക്കാവും. കീ പോക്കറ്റിലുണ്ടായാൽ മതി, കീ ഉള്ളിലുണ്ടെങ്കിൽ ലോക്കാവില്ല. ഇങ്ങനത്തെ കൺവീനിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ വിൻഡോ ആണെങ്കിൽ വലുതാണ്, പുറത്തേക്കുള്ള വ്യൂ ഉണ്ട്. അത് നല്ല രീതിയിൽ വൈപ്പ് ചെയ്ത് പോകുന്ന വൈപ്പറാണ്. ഈ ഒരു കൺവീനിയൻറ്റ് ഫാക്ടർ, അതുപോലെ തന്നെ ഒരു എന്താ പറയുക റൂമിനെസ്സും, ഇതെല്ലാം നമ്മൾ ഷോർട്ട് ഡ്രൈവിൽ ഭയങ്കര ഗുണം ചെയ്യും. നമ്മൾ കോസി ആയിട്ട് ഇരിക്കുന്ന എപ്പോഴും നമുക്ക് കുറച്ചുകൂടി ലോങ് ഡ്രൈവ്, ഒരു സ്പോർട്ടി ഡ്രൈവെല്ലാം കിട്ടുന്നത് എല്ലാം നമുക്ക് കിട്ടേണ്ട റൂമിനെസ് ഇതിൽ കിട്ടുന്നുണ്ട്. അത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. പിന്നെ റേഞ്ച് ഞാൻ പറഞ്ഞ പോലെ
റെഗുലറായിട്ട് സിറ്റിയിൽ മാത്രം കൊണ്ടെടുക്കുന്ന ആൾക്കാർക്കാണ് രാത്രി ചാർജിന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഫുൾ ചാർജ് ഉണ്ടാവും. ഫുൾ ചാർജ് ഉണ്ടെങ്കിൽ 2 ദിവസമെല്ലാം നോർമൽ യൂസ് ചെയ്യുന്നതാണെങ്കിൽ 2-3 ദിവസമെല്ലാം ഓരോരുത്തർ യൂസ് അനുസരിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഡോക്ടേഴ്സ് പോലെ അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ പോയിട്ട് ഇരുന്ന് വൈകിട്ട് എടുത്ത് വരുന്ന പോലുള്ള ആളുകൾക്ക് വളരെ കൺവീനിയൻ്റ് ആയിരിക്കും. ഇത് മാത്രമല്ല ഏതൊരു ഇലക്ട്രിക് ആണെങ്കിലും. പിന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൽ ഹൈറ്റാണ്. നമുക്ക് ഭയങ്കര ലോ ആയിട്ടിരിക്കുന്നതും ഭയങ്കര SUV പോലെ ഹൈറ്റിലേക്ക് ഇരിക്കുന്നതെല്ലാം തന്നെ ചില രീതിയിൽ ഇൻകൺവീനിയൻസുകൾ ഉണ്ടാവാറുണ്ട്. ഇത് കറക്റ്റ് ഹൈറ്റാണ്, ഒരു സിറ്റി കാറിന് വേണ്ട ഒരു കറക്റ്റ് ഹൈറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ഉമ്മക്കെല്ലാം മുട്ടിനെല്ലാം പ്രശ്നമുണ്ട്. അപ്പോൾ ഉമ്മനെ പോലെ ഒരാൾക്ക് ഏറ്റവും എളുപ്പം കയറാൻ പറ്റുന്നത് നമ്മളെ പോലെ പെട്ടെന്ന് വന്ന് കയറി എടുത്ത് പോയി തിരിച്ച് വന്ന് ഇറങ്ങി പോകുമ്പോഴുള്ള കൺവീനിയൻസ്. അപ്പം ഈ ഒരു സൈസ് വൈസ് ഉള്ള കൺവീനിയൻസ്, വലിയ ഡോറായിട്ടുള്ളത്, ഹൈറ്റിൻ്റെ ഇതെല്ലാം തന്നെ ഒരു സിറ്റി കാർ. ഞാൻ വീണ്ടും സിറ്റി കാർ എന്ന് പറയാൻ കാരണം ഇത് അതിന് തന്നെ മീൻ ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു ഹൈവേ കാറല്ല. ഹൈവേ പോകുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. കാരണം ചെറിയ ടയറാണ്, നമുക്ക് വിൻഡ് ഒരുപാട് ബ്ലോക്ക് ചെയ്ത് പോകും. ശരിക്കും ഒരു ബ്ലോക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രാഗ് നല്ലോണം ഫീൽ ചെയ്യും. അപ്പോൾ അത് ഹൈവേയിലേക്കുള്ളൊരു ഡ്രൈവബിലിറ്റി ഡൈനാമിക്സോ ഒന്നും തന്നെ ഇതിന് മാച്ച് ചെയ്യുന്നില്ല. എന്നാൽ സിറ്റിക്കാണെങ്കിൽ ഇത് പക്കായിട്ടുള്ളൊരു വണ്ടിയാണ്. ഇതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ജാപ്പനീസ് കീ കാർസ് ഇത്രയും പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മുടെ നാട്ടിൽ പണ്ട് വാഗണർ മുതൽ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടില്ല. അതിൻ്റെ ഏറ്റവും ക്യൂട്ടസ്റ്റ് കൺവീനിയൻറ്റ് ഒരു ഫോമിലാണ് കോമറ്റ് ഉള്ളത്. ഇതാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു 2 മാസം അടുപ്പിച്ച് ഉപയോഗിച്ചു ആ ഒരു ഫീല് ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി എങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് കാർ വാങ്ങാൻ മാർക്കറ്റിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പ്രൈസ് കൺവീനിയൻ്റ് ആവണം എന്നുള്ളതുണ്ട്. ഞാൻ കരുതുന്നത് ഇതിനേക്കാൾ കുറച്ച് കുറഞ്ഞ പ്രൈസ് ആണെങ്കിൽ ഇത് റണ്ണവേ സക്സസ് ആയിരിക്കും. പക്ഷേ ഇതും ഒരു മോശമായ പ്രൈസല്ല, നല്ലൊരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറച്ച് കാലം ഉപയോഗിക്കേണ്ടി വരും. കാരണം പെട്ടെന്ന് തന്നെ വിറ്റ വില ഒന്നും കിട്ടിക്കോണമെന്നില്ല. ഉപയോഗിച്ച് മുതലാക്കണമെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഇത്.